നമസ്കാരം, എല്ലാവർക്കും ഗുഡ്വിൽ പാചകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കരിമീൻ മുളകരച്ച കറിയാണ്. നമ്മുടെ മുളകരച്ച കരിമീൻ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. വരും നമുക്ക് കിച്ചണിലോട്ട് പോകാം. നമ്മുടെ കരിമീൻ മുളകരച്ച കറി റെഡിയാക്കാനുള്ള നമ്മുടെ മസാലയൊന്ന് ചൂടാക്കിയെടുക്കണം. നമുക്കതിനു വേണ്ടി പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ ബോൾ കുരുമുളക് ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നമുക്ക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് നമ്മുടെ മുളക് പൊടിയും കുരുമുളകും എല്ലാം നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മുടെ മുളക് പൊടി ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നമ്മുടെ ബോൾ കുരുമുളകും എല്ലാം നന്നായി ഒന്ന് പൊടി മൂത്ത് വരണം. നമ്മുടെ പൊടികൾ നന്നായി ചൂടായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം. മൂപ്പിച്ചെടുത്ത നമ്മുടെ പൊടികൾ നമുക്കൊരു ജാറിലോട്ട് ചെറു ചൂടോടെ ഇട്ട് കൊടുക്കാം. നന്നായി അരച്ചെടുക്കാനായിട്ടാണ്. ഇനി നമുക്ക് മുളക് പൊടിയിലോട്ട് 5 ചുവന്നുള്ളി നടുവെ പൊളന്നെടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു നെല്ലിക്ക വലിപ്പത്തിന് വാളം പുളി നമ്മൾ എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായി നമ്മുടെ പേസ്റ്റ് നല്ല മഷി രീതിയിലായി അരച്ചെടുക്കാം. ഞാനിവിടെ 1/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. മൂടി വെച്ച് നന്നായി അരച്ചെടുക്കാം. നമ്മുടെ മുളകരപ്പ് നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. ഏകദേശം ഇതുപോലെ നല്ല മഷി രീതിയിൽ അരഞ്ഞു കിട്ടണം. ഇനി നമുക്ക് കറി തയ്യാറാക്കാനുള്ള ചട്ടി റെഡിയാക്കാം. നമ്മുടെ കറി റെഡിയാക്കാനുള്ള നമുക്ക് ചട്ടിയിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിലോട്ട് 50 ഗ്രാം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായി സ്ലൈസ് ചെയ്തെടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഒന്ന് നന്നായി ഒന്ന് വാടി വരണം. നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഒന്ന് നന്നായി വാടി വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച നമ്മുടെ മുളക് അരപ്പ് നമുക്ക് ചട്ടിയിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് ലേശം വെള്ളം ഒഴിച്ച് നമ്മുടെ ജാറ് നന്നായി കഴുകി ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നന്നായി നമുക്ക് വരട്ടി കൊടുക്കാം. നമ്മുടെ അരപ്പ് നന്നായി വരണ്ട് പച്ചമണം എല്ലാം ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലോട്ട് 200 മില്ലി വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. നമ്മുടെ ഗ്രേവി നന്നായി ഒന്ന് തിളച്ച് വരണം. ഈ സമയം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഗ്രേവി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. നമ്മുടെ ഗ്രേവി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ 3 മീഡിയം സൈസിലുള്ള കരിമീനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് ഗ്രേവിയിലോട്ട് ഇറക്കി കൊടുക്കാം. ഇനി നമ്മുടെ ഗ്രേവിയിലോട്ട് 2 തണ്ട് കറിവേപ്പില അടർത്താതെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി മൂടി വെച്ച് നമുക്ക് 6 മിനിറ്റോളം നന്നായി കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം 5 മിനിറ്റോളം നമ്മുടെ മീൻകറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി മൂടി മാറ്റി നോക്കാം. നമ്മുടെ മീൻകറി നമുക്ക് നന്നായിട്ടൊന്ന് വട്ടം ചുറ്റിച്ച് കൊടുക്കാം. നമ്മളിനി തവിയിട്ട് ഇളക്കിയാൽ നമ്മുടെ കരിമീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അതിന് പകരമാണ് നമ്മൾ കൈക്കെടുത്ത് വട്ടം ചുറ്റിച്ച് കൊടുക്കുന്നത്. ഇനി നമ്മുടെ മീൻകറി നന്നായി ഒന്ന് തിളച്ച് വറ്റി വരണം. അങ്ങനെ നമ്മുടെ മുളകരച്ച കരിമീൻ കറി നന്നായി കുറുകി വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് തിളച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം.
നമ്മുടെ മുളക് അരച്ച കരിമീൻ കറി റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. താങ്ക് യു.